അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു തആല ഈ ലോകത്ത് ഒരുപാട് മനുഷ്യന്മാരെ പടച്ചതിൽ നല്ല ആളുകളുണ്ട്, അള്ളാഹു പറഞ്ഞതനുസരിച്ച് ജീവിക്കുന്നവരുണ്ട്, വഴിതെറ്റി പോകുന്നവരുണ്ട്, ഒരുപാട് ഈ ലോകത്ത് നമുക്ക് കാണാം. എന്നാൽ സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ, ഔലിയാക്കളെ കൂട്ടത്തിൽ നല്ലവരെന്ന് അവരുടെ ജീവിതകാലത്ത് തന്നെ മനസ്സിലാക്കിയവരുണ്ട്. എന്നാൽ അവരുടെ ഇബാദത്തും ഒന്നും മറ്റാളുകളൊന്നും കാണാത്ത രീതിയിൽ രഹസ്യമായി വെച്ച് നമുക്കിടയിൽ ജീവിക്കുന്ന ഒരാൾ ഇദ്ദേഹം അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട ആളാണോ എന്ന് അറിയാത്ത രീതിയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് മഹത്തുക്കൾ നമുക്ക് മുന്നേ കഴിഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു സംഭവമാണ് ഗസാലി ഇമാം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, ഒരു നാട്ടിലൊരു മനുഷ്യൻ ജീവിച്ചിരുന്നു. ജനങ്ങളെല്ലാം അദ്ദേഹത്തെക്കുറിച്ച് വളരെ മോശമായി ചിത്രീകരിച്ച ആളായിരുന്നു. ജനങ്ങൾക്കിടയിൽ സംസാരിക്കാൻ വരില്ല, ജനങ്ങൾക്കിടയിൽ യാതൊരു ഇടപഴകലിനും വരാതെ താൻ ഇങ്ങനെ തൻ്റെ താൻ രാവിലെ ജോലിക്ക് പോകും, വൈകുന്നേരം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരും. ഇങ്ങനെ ഒരു ചുറ്റുപാട് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു, ഒന്നിനും വരില്ല. എന്നാൽ യഥാർത്ഥത്തിൽ ഈ മനുഷ്യൻ ആബിദായ അള്ളാഹുവിനെ പേടിച്ച് നല്ല നിലയ്ക്ക് എല്ലാ വഖത്ത് നിസ്കരിച്ച് സുന്നത്തുകളും എല്ലാ കർമ്മങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആബിദായ മനുഷ്യനായിരുന്നു. എന്നാൽ ജനങ്ങൾ ഇതൊന്നും തിരിച്ചറിഞ്ഞിരുന്നില്ല. അങ്ങനെ ഇരിക്കെ രോഗം പിടിപെട്ട് വീടിനകത്ത് ദിവസങ്ങളോളം കിടന്ന് അങ്ങനെ ആ വീട്ടിൽ മരണപ്പെട്ടു. എന്നാൽ അദ്ദേഹത്തിൻ്റെ മക്കളോ മറ്റാരുമില്ല, ഒരു ഭാര്യ മാത്രമേ വീട്ടിലുള്ളൂ. ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ മരണപ്പെട്ടു. ഒരുപാട് സമയം ആരെങ്കിലും വരുമോ എന്ന് കാത്തു നിന്നു. എന്നാൽ ഈ സന്ദർഭത്തിൽ ആ നാട്ടിലുള്ള ആളുകളെല്ലാം ഒരു യോഗം കൂടി. ജനങ്ങളുമായിട്ടൊരു ബന്ധവുമില്ല, ജനങ്ങളുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ലാത്തൊരു മനുഷ്യനാണ്. മാത്രമല്ല നല്ലൊരു അഭിപ്രായം ആ ജനങ്ങൾക്ക് ആർക്കും ആ മനുഷ്യനെ കുറിച്ചൊരു നല്ല അഭിപ്രായവുമില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ മരണപ്പെട്ട ആളുടെ മയ്യത്ത് സംസ്കരണത്തിൽ ഈ നാട്ടിൽ നിന്ന് ഒരാളും പങ്കെടുക്കരുത് എന്നുള്ളൊരു തീരുമാനത്തിൽ അവരെത്തി. ഈ ഒരു തീരുമാനത്തിലെത്തിയ സമയത്ത് തീരുമാനത്തിലെത്തിയത് കാരണം ആരും ആ മയ്യത്തിൻ്റെ അടുക്കലേക്ക് പോലും പോയില്ല, ആ വീട്ടിലേക്ക് ആരും പോയില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ ഭാര്യ ഒരുപാട് സമയം മയ്യത്തിലേക്ക് കാത്തു നിന്നു. എൻ്റെ ഭർത്താവിനെ മയ്യത്ത് കുളിപ്പിക്കാൻ, മയ്യത്ത് ഖബറടക്കാൻ ആരെങ്കിലും വരുമോ അള്ളാഹ് എന്ന് ചിന്തിച്ച് ഒരുപാട് സമയം കാത്തിരുന്നു. എന്നാൽ എത്ര നേരം വൈകിട്ടും ഒരാൾ വരാതെ ആയപ്പോൾ അവസാനം ആ ഭാര്യ തന്നെ ആ മയ്യത്തിനെ എടുത്ത് കുളിപ്പിച്ചു, കഫൻ ചെയ്തു. വീണ്ടും ഒരുപാട് കാത്തു നിന്നു. ആരും വരാത്തത് കാരണത്താൽ ആ മയ്യത്തിനെ തൻ്റെ ഭർത്താവിനെ ആ മയ്യത്തിനെ തോളിലേക്ക് ചാരി വെച്ച് ചുമന്ന് മരുഭൂമിയുടെ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോയി. ആളുകളൊന്നും അടുക്കുന്നില്ല, ആരും ഒന്നിനും സഹകരിക്കുന്നില്ല. ഇങ്ങനെ മരുഭൂമിയുടെ ഒരു ഭാഗത്തേക്ക് ഇന്ന ഭാഗത്തേക്ക് കൊണ്ടുപോയി അവിടെ മറവ് ചെയ്യാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന സമയത്ത് കൈകൊണ്ട്, എൻ്റെ കയ്യിലുള്ള ഒരു കൊമ്പ് കൊണ്ട് ആ മരുഭൂമിയിലെ ആ മണലിങ്ങനെ നീക്കാൻ നിൽക്കുന്ന സമയത്ത് ദൂരെ നിന്നും ഒരു മുഖമെല്ലാം നല്ല പ്രകാശിക്കുന്ന, നല്ല ഈമാനിൻ്റെ പ്രകാശമുള്ള ഒരു മനുഷ്യൻ ഇങ്ങനെ ഓടി വരികയാണ്. ഓടി വന്ന് ആ സ്ത്രീയുടെ അരികിൽ നിന്ന് പറഞ്ഞു, നിങ്ങളൊന്നും ചെയ്യണ്ട, ഈ മയ്യത്തുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞ് ആ സ്ത്രീ അങ്ങ് മാറ്റി നിർത്തി. ആ സമയത്ത് ഈ മനുഷ്യനെ കുറിച്ച് ഈ നാട്ടിൽ ഭയങ്കര മതിപ്പുള്ള ആളായിരുന്നു ഈ വന്ന മഹാൻ. ഈമാനിൻ്റെ മുഖപ്രസന്നതയുള്ള, പ്രകാശിക്കുന്ന മുഖമുള്ള എന്ന് ആ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യൻ, ആ നാട്ടിലെ ജനങ്ങളെല്ലാം അദ്ദേഹത്തെ കാണാൻ കൊതിക്കുന്ന അത്രയും നല്ലൊരു അറിയപ്പെട്ട സൂഫിയായ മനുഷ്യനായിരുന്നു. ഈ മയ്യത്തിൻ്റെ ആരും മൈൻഡ് ചെയ്യാത്ത ഈ മയ്യത്തിനെ പരിഗണിക്കാൻ വേണ്ടി വന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നാട്ടിലെല്ലാവരും ഈ പറഞ്ഞു, ഞങ്ങളെല്ലാം പോകരുതെന്ന് ഭ്രഷ്ട് കൽപ്പിച്ച ആ ഒരു വ്യക്തിയുടെ മയ്യത്ത് ജനാസ സംസ്കരണത്തിന് വേണ്ടിയിട്ട് ആ നാട്ടിലെ ഏറ്റവും അറിയപ്പെട്ടനായ ജനങ്ങൾ കാണാൻ കൊതിക്കുന്ന സൂഫിയായ ഒരു മനുഷ്യൻ വന്നെന്ന് കേട്ടപ്പോൾ അവരെല്ലാവരും അത്ഭുതപ്പെട്ടു. ആ നാട്ടിലുള്ള ലക്ഷക്കണക്കിന് ജനങ്ങളെല്ലാം ഒരുമിച്ച് കൂടി ആ മയ്യത്ത് നിസ്കാരത്തിൽ ആ സൂഫിയുടെ പിന്നിൽ അണിനിരുന്നുകൊണ്ട് മയ്യത്ത് നിസ്കാരം നിർവഹിച്ചു. ഇങ്ങനെ മയ്യത്ത് നിസ്കാരം നിർവഹിച്ച ആ സൂഫിയായ മനുഷ്യൻ അവിടെ ജനങ്ങളോട് പറഞ്ഞു, എല്ലാവരും ഇനി പിരിഞ്ഞു പോവുക. കുറച്ചാളുകൾ ആ ഭാഗത്തേക്ക് അങ്ങ് മാറി നിന്നു. എന്നിട്ട് ഈ സൂഫിയായ മനുഷ്യൻ ആ മരണപ്പെട്ട ആ മയ്യത്തിൻ്റെ മരണപ്പെട്ട ആളുടെ ഭാര്യയുടെ അരികിൽ ചെന്ന് ചോദിച്ചു, നിങ്ങളുടെ ഭർത്താവ് വലിയ സ്ഥാനത്താണ്, നിങ്ങളുടെ ഭർത്താവ് വലിയ അള്ളാഹുവിൻ്റെ അരികിൽ സ്വർഗത്തിൽ വലിയ സ്ഥാനത്താണ് എന്ന് പറഞ്ഞപ്പോൾ ആ സ്ത്രീ പൊട്ടിക്കരഞ്ഞു പോയി. അള്ളാഹുവേ, എങ്ങനെയാണ് എൻ്റെ ഭർത്താവിന് റബ്ബെ ഇത്രത്തോളം വലിയൊരു സ്ഥാനം കിട്ടിയത് എന്ന് ആ പെണ്ണിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സൂഫിയായ മനുഷ്യൻ ആ ഭാര്യയോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ ഭർത്താവിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, നിങ്ങൾ ആകർഷിച്ച ഭർത്താവിൽ എന്തെങ്കിലും ഭർത്താവിൻ്റെ ജീവിതശൈലിയിൽ പ്രത്യേകമായിട്ട് എന്തെങ്കിലും നിങ്ങൾ കണ്ടതായിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. ഉടനെ ആ ഭാര്യ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ബഹുമാനപ്പെട്ടവരെ, ഞാൻ ഇന്ന് വരെ ഒരാളോടും ഈ ഭർത്താവിൻ്റെ ചില സ്വഭാവ രീതികൾ ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല.
ഞാൻ രഹസ്യമാക്കി കൊണ്ടുവച്ചതാ. അതായിരിക്കാം ഒരു പക്ഷേ നിങ്ങളെപ്പോലെയുള്ള വലിയൊരു മഹാൻ ഇവിടെ വരാൻ കാരണമെന്ന് ആ ഭാര്യ പറഞ്ഞു. ഒന്നാമതായിട്ട് ആ ഭാര്യ പറഞ്ഞു, എൻ്റെ ഭർത്താവ് രാത്രിയിൽ എൻ്റെ കൂടെ കിടക്കുന്ന സമയത്ത്, രാത്രിയിൽ ഞാൻ ഉറങ്ങി എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ, രാത്രിയുടെ യാമങ്ങൾ പാതിരാ സമയമായി കഴിഞ്ഞാൽ എൻ്റെ അരികിൽ നിന്നും എഴുന്നേറ്റ് പോയിട്ട് ഒതു കൊടുത്ത് മുസല്ല വിരിച്ച് അല്ലാഹുമ്മ അയ്യു സവായ മിൻ സവായ ജഹന്നം എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട്, അള്ളാഹു എനിക്ക് നരകത്തിൻ്റെ ഏത് കുഴിയാണ് റബ്ബേ, നരകത്തിലെ ഏത് ശിക്ഷയാണ് റബ്ബേ എനിക്ക് തരിക എന്ന് പറഞ്ഞിങ്ങനെ അള്ളാഹുവിനോട് ഇങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കും. സുബിഹാവോളം ഇങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവം എല്ലാ രാത്രിയിലും ഉണ്ടായിരുന്നു. എന്നാൽ അത് ഞാൻ എപ്പോഴോ ഉറക്കത്ത് ഉണർന്ന സമയത്ത് കണ്ടതാ. ഇതാരെയും അറിയിച്ചിട്ടില്ല, എൻ്റെ നാട്ടിൽ ആർക്കും അറിയില്ല, ഞാൻ പോലും അറിയാത്ത രീതിയിലാണ് എൻ്റെ ഭർത്താവ് ഈ ഒരു സ്വഭാവം രാത്രിയിൽ എഴുന്നേറ്റ് പോയി അള്ളാഹുവിനോട് ഇങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്ന ഒരു പ്രകൃതം എൻ്റെ ഭർത്താവിനുണ്ടായിരുന്നത്. ഒന്നാമതായിട്ട് ആ ഭാര്യ പറഞ്ഞു. രണ്ടാമതായിട്ട് പറയുന്നു, ഇന്ന് വരെ എൻ്റെ വിവാഹം കഴിഞ്ഞതിൻ്റെ ഇന്ന് മുതൽ എൻ്റെ ഭർത്താവ് ഇന്നലെ മരണപ്പെടുന്നത് വരെ ഒരു ദിവസത്തെ സുബഹിയുടെ സമയത്ത് പോലും കിടന്നുറങ്ങുന്നത് ഒരു സ്വഭാവം എൻ്റെ ഭർത്താവിനുണ്ടായിരുന്നില്ല. സുബഹിയുടെ സമയം ഉറങ്ങുന്ന ഒരു പ്രകൃതം എൻ്റെ ഭർത്താവ് ഞാൻ കണ്ടിട്ടില്ല എന്ന് രണ്ടാമതായിട്ട് ഭാര്യ പറയുന്നു. നാം ചിന്തിക്കണം, സുബഹിയുടെ സമയം ഇന്ന് വരെ, സുബഹി ബാങ്കിൻ്റെ സമയമായി കഴിഞ്ഞാൽ ഇന്ന് വരെ നിസ്കരിക്കാതെ ഉറങ്ങുന്ന ഒരവസ്ഥയെ കണ്ടിട്ടില്ല. അന്ന് ഉറങ്ങുന്ന ജീവിതത്തിൽ എത്ര ക്ഷീണം വന്നാലും എത്ര നേരം വൈകി കിടന്നാലും സുബഹി ഒഴിവാക്കുന്ന ഒരു രീതി തൻ്റെ പ്രിയതമനിൽ ഇല്ലായിരുന്നു എന്ന് ഭാര്യ പറഞ്ഞു. മൂന്നാമതായിട്ട് എന്നെ ആകർഷിച്ച ഒരു സ്വഭാവ രീതി, എന്നും രാവിലെ എൻ്റെ വീട്ടിൽ നിന്ന് ഭർത്താവ് ജോലിക്ക് പോകും. ജോലി കഴിഞ്ഞ് തിരിച്ച് വൈകുന്നേരം വരുന്ന സമയത്ത് യതീമൻ ഔ യതീമൈൻ, 1-2 യതീമുകൾ തൻ്റെ ആ ഭർത്താവിൻ്റെ കൂടെ ഭർത്താവ് ജോലി കഴിഞ്ഞ് വരുമ്പോൾ കൈ പിടിച്ചു കൊണ്ടുവരും. അല്ലെങ്കിൽ യതീമുണ്ടാകും, അല്ലെങ്കിൽ 2 യതീമുണ്ടാകും, അതുമല്ലെങ്കിൽ ഒരു ഫക്കീറെങ്കിലും. വെറും കൈയോടെ തന്നെ ഭർത്താവ് വരില്ല. ഭർത്താവ് വൈകുന്നേരം ഭക്ഷണ സാമഗ്രികളുമായിട്ട് അല്ലെങ്കിൽ പണവുമായി ജോലി കഴിഞ്ഞ് തിരികെ വരുന്ന സമയത്ത് കൂടെ ഒരു പാവപ്പെട്ടവനെ കൂട്ടി വീട്ടിലേക്ക് വരും. എന്നിട്ട് ഭാര്യയോട് പറയും, പ്രിയപ്പെട്ടവളെ, ഇന്ന് നീ എനിക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ച ആ ഭക്ഷണം ഉണ്ടല്ലോ, ആ ഭക്ഷണം എടുത്ത് ഈ പാവപ്പെട്ടവർക്ക് കൊടുക്കൂ എന്ന് പറഞ്ഞ് എന്നും ഈ പാവപ്പെട്ടവർക്ക് കൊടുക്കൂ എന്ന് പറയുന്നൊരു സ്വഭാവം. ഈ 3 സ്വഭാവങ്ങളെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ കഴിയാത്ത, ഞാൻ ആരോടും പങ്കുവെക്കാത്ത, എന്നെ വളരെയധികം ആകർഷിച്ച ഈ ഒരു സ്വഭാവം, ഈ 3 സ്വഭാവങ്ങളാണ് ജീവിതത്തിലുടനീളം ദിനേനെ എൻ്റെ ഭർത്താവിലുണ്ടായിരുന്നെന്ന് പറയുമ്പോൾ ഈ 3 കാര്യങ്ങളാണ് ആരും മൈൻഡ് ചെയ്യാത്ത, ആരും പരിഗണിക്കാത്ത രീതിയിൽ ഉപേക്ഷിക്കപ്പെട്ട മയ്യത്തിലെ ആ നാട്ടിൽ അള്ളാഹുവിൻ്റെ സൂഫിയായ മനുഷ്യൻ്റെ കീഴിൽ ജനലക്ഷങ്ങൾ പങ്കെടുത്ത ഒരു മയ്യത്ത് നമസ്കാരം ആ നാട്ടിൽ നടന്നുവെങ്കിൽ ഈ ജനങ്ങൾ അറിയാതെ, ആരും അറിയാതെ അള്ളാഹും ഞാനും മാത്രം അറിയുന്ന ആ ഒരു പ്രവൃത്തി അദ്ദേഹത്തിൽ ഉണ്ടായി എന്നുള്ളൊരു കാരണം കൊണ്ടാണ് അള്ളാഹുവിൻ്റെ അരികിൽ ഇത്രയും വലിയ ഒരു സ്ഥാനം അള്ളാഹു കൊടുക്കാനുള്ള കാരണം. നമ്മുടെ ഇബാദത്തിലൊക്കെ നാം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം അതാണ്. ഏതെങ്കിലും ഒരു ഇബാദത്ത് നമ്മുടെ ജീവിതത്തിൽ, ആരും അറിയാത്ത ഒരു ഇബാദത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. നമ്മുടെ മക്കൾ അറിയാത്ത, ഭാര്യ അറിയാത്ത, ഉമ്മ അറിയാത്ത, നമ്മുടെ കുടുംബക്കാർ അറിയാത്ത ഒരു ഇബാദത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതാണ് അള്ളാഹുവിന് ഏറ്റവും വലിയ ഇഷ്ടമുള്ള ഇബാദത്ത്. അതിങ്ങനെ നിത്യമാക്കി കൊണ്ടുപോവുകയാണെങ്കിൽ അതായിരിക്കും മറ്റ് അമലുകളെക്കാൾ കൂടുതൽ നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ കാരണമാകുന്ന അമലും അതായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതുപോലെയുള്ള ആലിമീങ്ങളോട് കൂടെ സ്വർഗത്തിൽ ഒരുമിച്ചുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.